حبيب الله رسول الله إمام المرسلين يا حبيب الله رسول الله إمام المرسلين سريت من حرم ليلا إلى حرمي كما سرى البدر في داج من الظلم سريت من حرم ليلا إلى حرمي كما سرى البدر في داج من الظلم وبت ترقى إلى أن نلت منزلة وبت ترقى إلى أن نلت منزلة من قاب قوسين لم تدرك ولم ترمي مولاي ശബ്ദത്തിൽ ഒന്നുകൂടെ ശബ്ദം കൂട്ടു അല ഒരു നഷ്ടം നമുക്ക് വരാനില്ല അല ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം മൗലായ സല്ലി വസല്ലിം അബദൻ അല ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം वो मोहम्मद फ़ख्र आलम बादशाह इंसो जान सरवर कौनैन सुल्तान अरब शाह अजम न कोई आप जैसा था न कोई आप जैसा है कोई यूसुफ से पूछे मुस्तफ़ा का हुस्न कैसा है ज़मीनो आसमां में कोई भी मिसाल न मिली मौलाय सल्ले वसल्लिम अला हबीब ആ സ്നേഹത്തിൻ്റെ നഗരത്തിലേക്ക്, പ്രണയത്തിൻ്റെ ഗ്രാമത്തിലേക്ക്, പരിശുദ്ധ പ്രവാചകരുടെ പ്രകാശിതമായ പുണ്യനഗരിയിലേക്ക് ആത്മാവ് കൊണ്ട് ആഗ്രഹിക്കാത്ത വിശ്വാസികൾ ആരെങ്കിലുമുണ്ടോ? ആ മദീനയെ മനസ്സുകൊണ്ട് കാണാത്തവർ വിശ്വാസികളാണോ? സ്വർഗമാണ് ഖൈറെന്നറിയാം എങ്കിലും എനിക്കിഷ്ടം മദീനയാണ്. സ്വർഗമാണ് ഖൈറെന്നറിയാം എങ്കിലും എനിക്കിഷ്ടം മദീനയാണ്. ജന്നത്താണ് സൂറൂറെന്നറിയാം എങ്കിലും എൻ്റെ മോഹം മദീനയാണ്. ഒരിക്കലൊരു നാട്ടിൽ ഇതുപോലൊരു പരിപാടിക്ക് വേണ്ടി ചെന്നിട്ട് തിരിച്ചു പോകാൻ നേരത്ത് ഒരു സഹോദരി വരാം. ആ മക്കളെ ഒന്ന് അടക്കിയിരുത്താൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാഹ്. ഒരു പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഒരു സഹോദരി വരാം. കണ്ണീരോടുകൂടി മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ മദീനത്തൊന്ന് പോവാനങ്ങ് ദുആ ചെയ്യണം, മദീനത്തൊന്ന് പോവാൻ ദുആ ചെയ്യണം. പലപ്പോഴും ഇങ്ങനെ ഒറ്റക്കിരിക്കുമ്പോൾ ആഗ്രഹിച്ചു പോകും, അല്ലാ ആ മദീന എന്ന പുണ്യനഗരിയിൽ ഞാൻ എത്തിച്ചേർന്നാൽ, തിരു ഹബീബിൻ്റെ പരിശുദ്ധമായ ഹദറത്തിൽ ഞാൻ കടന്നു ചെന്നാൽ, ആ വിശുദ്ധമായ പ്രവാചക സന്നിധിയിൽ എൻ്റെ പ്രയാസങ്ങൾ ഞാൻ ഇറക്കി വച്ചാൽ, കണ്ണുനീരിൻ്റെ പുഷ്പഹാരങ്ങൾ ആ മദീനയിൽ ഞാൻ സമർപ്പിച്ചാൽ, അവിടെ തന്നെ കുഴഞ്ഞു വീണു മരിച്ചു പോയെങ്കിലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകും ഉസ്താദേ. കരഞ്ഞുകൊണ്ട് ആ സഹോദരി പറയാൻ, അങ്ങനെയുള്ള എത്രയെത്ര ആശിഖീങ്ങൾ ഈ ഭൂമിയിൽ നമുക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ സഹായവും അവൻ്റെ കാരുണ്യവും നമുക്ക് ലഭിക്കുന്നത് ഇവരെ കൊണ്ടല്ലേ. മറ്റൊരു സഹോദരിയെക്കുറിച്ച് ഞാൻ പറയട്ടെ. ഒരു അമുസ്ലിം ആയിരുന്ന സഹോദരി, ഒരു നാട്ടിൽ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായി മദ്രസയിൽ റബീഉൽ അവ്വൽ 12-നും മറ്റുമൊക്കെ ഘോഷയാത്രയും നബിദിന പരിപാടികളൊക്കെ നടക്കുമല്ലോ. അന്നേ പ്രഭാതത്തിൽ
സ്വർഗമലങ്കരിക്കപ്പെട്ട ആ പ്രഭാതത്തിൽ ഭൂമിയെയും നമ്മൾ അലങ്കരിക്കാറുണ്ട്. നല്ല കൊടിതോരണങ്ങൾ, വർണ്ണക്കടലാസുകൾ, നല്ല സുന്ദരമായി മിന്നിക്കത്തുന്ന ബൾബുകൾ എല്ലാം കൊണ്ടും അലങ്കരിച്ച വഴിത്താരകളിലൂടെ വർണ്ണാഭമായ വസ്ത്രങ്ങൾ ധരിച്ച് പൂമ്പാറ്റകളെപ്പോലെ നമ്മുടെ പിഞ്ചുമക്കള് സ്വലാത്തും സലാമും ചൊല്ലി നടന്നു പോകുന്ന നബിദിന ഘോഷയാത്ര, അതൊരു നാടിൻ്റെ ആഘോഷമാണ്. ഈ ഘോഷയാത്ര കാണാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആൾക്കാരിടയിൽ മുസ്ലിങ്ങൾ മാത്രമല്ല ഉണ്ടാവുക, പ്രായഭേദമന്യേ, ലിംഗഭേദമന്യേ, മതഭേദമന്യേ, മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും, ചെറിയവരും വലിയവരും, ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും അതിന് സാക്ഷികളാകും. അതൊരു വല്ലാത്ത സന്തോഷമാണ്. അവിടെ നിന്ന് കൊടുക്കുന്ന മധുരപാനീയങ്ങൾ എല്ലാ ആളുകൾക്കും നമ്മൾ വിതരണം ചെയ്യും. അവിടെ മതമോ പ്രായമോ ഒന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതവിടുത്തെ വിഷയവുമല്ല. ഇത് റഹ്മത്തുല്ലിൽ ആലമീൻ, സകല ലോകങ്ങളുടെയും കാരുണ്യമായി വന്ന മുത്തുനബി തങ്ങളെ വിളംബരം ചെയ്യുന്ന യാത്രയാണ്. എല്ലാ മതക്കാർക്കും അവിടുന്ന് മുട്ടായി കൊടുക്കും, എല്ലാ മതക്കാർക്കും അവിടുന്ന് ജ്യൂസുകളും പായസങ്ങളും കൊടുക്കും. അപ്പോൾ ഒരു നാട്ടിൽ നബിദിനത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉസ്താദുമാർ മദ്രസയിൽ വന്ന് വിശ്രമിക്കുമ്പോൾ, കുട്ടികളൊക്കെ വന്ന് മദ്രസയിൽ തിരിച്ചെത്തുമ്പോൾ ഒരു അമുസ്ലിമായിരുന്ന സഹോദരി അവിടെ വരികയാണ്. എന്നിട്ട് പറഞ്ഞു, സാധാരണയായി നബിദിനത്തിൻ്റെ ഘോഷയാത്രയിൽ നിങ്ങൾ മിഠായി കൊടുക്കാറില്ലേ? ഈ പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ മിഠായി ബാക്കിയുണ്ടെങ്കിൽ എനിക്ക് വേണം. അവിടെ ബാക്കിയുണ്ടായിരുന്ന എന്തോ പലഹാരം ആ സഹോദരിക്ക് കൊടുക്കുകയാണ്. ആ സഹോദരി പറഞ്ഞു, ഇങ്ങനെ മിഠായി കിട്ടാത്തതിൻ്റെ പേരിലോ അത് വാങ്ങാനുള്ള പണമില്ലാത്തതിൻ്റെ പേരിലോ അല്ല ഞാനിവിടെ വന്നത്. ഇതെനിക്കൊരു മരുന്നാണ്. ഈ മിഠായി, നബിദിനത്തിൻ്റെ ഘോഷയാത്രയിൽ നിന്ന് നിങ്ങൾ വിതരണം ചെയ്യുന്ന ഈ മിഠായി ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി എന്തെങ്കിലും ഒരാഗ്രഹം എൻ്റെ മനസ്സിൽ കരുതിയിട്ട് ഞാനത് തിന്നാൽ ദൈവം തമ്പുരാൻ എനിക്കത് സാധിപ്പിച്ചു തരാറുണ്ട്. അതെൻ്റെ വിശ്വാസമാണ്, എൻ്റെ അനുഭവമാണ്. ഒരു അമുസ്ലിമായ സഹോദരിയുടെ വെളിപ്പെടുത്തൽ. എൻ്റെ വീട്ടിൽ ആർക്കെങ്കിലും വല്ല രോഗങ്ങളുണ്ടെങ്കിൽ ഈ മിഠായി അവർക്ക് കൊടുത്താൽ അവരുടെ രോഗം അതുകൊണ്ട് മാറാറുണ്ട്. 30, 40, 50, 60 കൊല്ലം അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്ത് നെറ്റി തേഞ്ഞു പോയവരെ നമ്മൾ ലജ്ജിച്ചു തല താഴ്ത്തണം. ആ മുസ്ലിമായ സഹോദരിയുടെ വിശ്വാസത്തിൻ്റെ മുമ്പിൽ നമുക്കങ്ങനെ ഒരു വിശ്വാസമുണ്ടോ? നബിദിനത്തിൻ്റെ ഘോഷയാത്രയിൽ കൊടുക്കുന്ന മിഠായി ഇതൊരു മരുന്നാണ് എന്ന് നമ്മൾ ആരെങ്കിലും വിശ്വസിക്കാറുണ്ടോ? നമ്മൾ ലജ്ജിച്ചു താഴ്ത്തണം ആ സഹോദരിയുടെ വിശ്വാസത്തിൻ്റെ മുമ്പിൽ. ഒരു കാര്യം നിങ്ങൾക്ക് കേൾക്കണോ? ആ സഹോദരി ഇന്ന് മുസ്ലിമാണ്. ആ സഹോദരിയുടെ കൽബിലേക്ക് അല്ലാഹു ഹിദായത്തിൻ്റെ വെളിച്ചം ഇട്ടുകൊടുത്തത് നബിതങ്ങൾ അറിഞ്ഞതുകൊണ്ടല്ല, നബിതങ്ങളെ സ്നേഹിച്ചതിൻ്റെ പേരിലല്ല. വിശുദ്ധമായ റബീഉൽ അവ്വൽ 12 നബിദിനത്തെ സ്നേഹിച്ചതിൻ്റെ പേരിൽ, ആ നബിദിന ഘോഷയാത്രയെ ബഹുമാനിച്ചതിൻ്റെ പേരിൽ, അവിടെ നിന്ന് കിട്ടുന്ന ഒരു മിഠായിയെ സ്നേഹിച്ചതിൻ്റെ പേരിൽ, അതിനെ ബഹുമാനിച്ചതിൻ്റെ പേരിൽ ആ സഹോദരിയുടെ കൽബിലേക്ക് അല്ലാഹു ഹിദായത്തിൻ്റെ വെളിച്ചം കൊടുത്തെങ്കിൽ ഇത് ചെറിയ സംഗതിയാണോ?